ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം. വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് 1000 രൂപയോളം വില വർദ്ധിച്ചിരിക്കുകയാണ്. ഹോട്ടലുകളെല്ലാം വൻ പ്രതിസന്ധിയിലാണ്. ഹോട്ടൽ ഭക്ഷണം ഒരു കിട്ടാക്കനിയായി മാറുമ്പോൾ പിന്നെ ഏക ആശ്രയം വീടുകളിലെ അടുക്കളകളാണ്. പക്ഷെ അവയുടെ സ്ഥിതിയും അത്ര പന്തിയല്ല. കാരണം ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില വർധനവ് വരാനിരിക്കുകയാണ്. അതിൻ്റെ പുറകെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവും. വീടുകളിലെ അടുക്കളകളിലെ പ്രാണവായുവാണ് LPG സിലിണ്ടർ. വിറകടുപ്പൊക്കെ സ്ഥാനം ഒഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. മണ്ണെണ്ണ സ്റ്റൗവ് ഉണ്ടെങ്കിലും ഉയർന്നു വരുന്ന മണ്ണെണ്ണയുടെ വിലയും മണ്ണെണ്ണ കിട്ടാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ മണ്ണെണ്ണ സ്റ്റൗവിനെ അപ്രായോഗികമാക്കി മാറ്റുകയാണ്. പിന്നെ ഉള്ളത് ഇൻഡക്ഷൻ കുക്കറാണ്. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെയും പ്രസക്തി കുറഞ്ഞു പോകുകയാണ്. എന്താണ് ചെയ്യുക ഈ സാഹചര്യത്തിൽ? ഒരു വഴിയേ ഉള്ളൂ. ഒരു നേരത്തെ ആഹാരം വേവിക്കാത്ത ആഹാരമാക്കി മാറ്റുക. ഒരു നേരം അടുക്കളകൾക്ക് അവധി കൊടുക്കുക. വേവിക്കാത്ത ആഹാരം എന്ന് പറയുമ്പോൾ സ്വദേശിയും വിദേശിയുമായി കേരളത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെ ഒരു വൻ വൈവിധ്യം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ പച്ചക്ക് തിന്നാവുന്ന, വേവിക്കേണ്ട ആവശ്യമില്ലാത്ത പച്ചക്കറികളുടെ വൈവിധ്യവും ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈവിധ്യങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ വേവിക്കാത്ത ഭക്ഷണത്തിലേക്ക് തിരിയുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. മാത്രമല്ല, വീട്ടമ്മമാർക്ക് ഇത് വലിയ ആശ്വാസമായിരിക്കും. അവർക്ക് ഒരുപാട് സമയം ലാഭിക്കാനും കഴിയും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.